നോക്കുന്നത്? നീ എന്തിനാ എന്നെ നോക്കുന്നത്? നിന്റെ പേര് സിന്ധു എന്നല്ലേ? അതെ. കോളേജിൽ വെച്ച് ബാബു എന്ന് പറയുന്ന ഒരു പയ്യൻ നിന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നു കേട്ടു. ശരിയാണോ? അല്ല. നീ അവനെ ശല്യം ചെയ്യുന്നുണ്ടോ? ഇല്ല. ഉണ്ട്. ആ ശല്യം ഇന്നുകൊണ്ട് തീർക്കാമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. അങ്ങ് ആരാണ്? ആരാണെന്ന് ചോദിച്ചാൽ നിന്നെ ശല്യം ചെയ്യുന്ന ആ ബാബുവിന്റെ അച്ഛൻ. അയ്യോ, ഞാൻ... അമ്മേ! അമ്മ അച്ഛനെന്ന് വിളിക്കണ്ട, അവിടെ നിൽക്ക്. സിന്ധു എന്തിനാ കോളേജിൽ പോകുന്നത്? പഠിക്കാൻ. പഠിക്കാൻ പോയ നീ എന്തിനാ എന്റെ മോനുമായി പരിചയപ്പെട്ടത്? അവൻ ഇപ്പൊ എന്നെ വീട്ടിലിരുത്തുന്നില്ലല്ലോ. ഞാൻ അമ്മയെ വിളിക്കാം. ആ ശരി, അമ്മയെ വിളിച്ചോണ്ട് വാ. അമ്മേ, അമ്മേ, അദ്ദേഹം വന്നിരിക്കുന്നു. അദ്ദേഹം ബാബുവിന്റെ അച്ഛൻ. ഓ, പെണ്ണിന്റെ ഒരു നാണം. വാ. കാണേണ്ടവരെയെല്ലാം കണ്ടു. ഈ വിവാഹം നിനക്ക് വേണ്ടടാ മോനെ. സിന്ധുവിന് പണമില്ലാത്തതുകൊണ്ടാണോ അച്ഛാ? അല്ല, ഒരു ബീഡിത്തെറുപ്പുകാരനായ ജീവിതം ആരംഭിച്ചവനാണടാ ഞാൻ. എനിക്ക് പണം ഒരു പ്രശ്നമേ അല്ല. പിന്നെ എന്താണ് അവൾക്കുള്ള കുറവ്? ഈ കുടുംബത്തിന്റെ അന്തസ്സിന് ചേരാത്ത എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം അവൾക്കുള്ളതായി അച്ഛൻ കേട്ടോ? ഇല്ല. പിന്നെ കൂടുതലൊന്നും എന്നോട് ചോദിക്കണ്ട. നീ ആ പെൺകുട്ടിയെ മറന്നേക്കൂ. അച്ഛാ, ഒറ്റ വാക്കിൽ അച്ഛനത് പറയാൻ കഴിഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ എന്തിനാണ് അകറ്റുന്നത്? മോനെ, ഈ സ്നേഹത്തിലൊന്നും ഒരർത്ഥവുമില്ലടാ. ഇതിനേക്കാളൊക്കെ വലിയ ബന്ധങ്ങൾ തകരുന്നത് കണ്ടവനാണടാ ഞാൻ. അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ അവൻ കണ്ടെത്തി. സന്തോഷമായിട്ട് ആ കല്യാണം നടത്തി കൊടുക്കല്ലേ വേണ്ടത്. മോനെ, നീ വിഷമിക്കണ്ട. ഞാൻ സിന്ധുവിന്റെ വീട്ടിൽ പോയിട്ട് വരാം. നീ ഇവിടെ പോകാൻ പാടില്ല. എന്തുകൊണ്ട്? അങ്ങ് കരുതുന്ന കുറവുകൾ അവക്കുണ്ടോന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഞാൻ പോയിട്ട് വരാം. പോകണ്ടെന്നല്ലേ പറഞ്ഞത്? അവകാശമില്ലാത്ത അധികാരങ്ങളൊന്നും കാണിക്കണ്ട. മനസ്സിലായില്ല? ബാബു എന്റെ മകനാണ്. അവന്റെ വിവാഹം ഞാൻ നിശ്ചയിക്കും. അതിനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. ബാബു, നിന്നെ ഇത്രയും കാലം മോനെന്ന് വിളിച്ചതിന് ക്ഷമിക്കും. ഞാൻ വെറും ഒരു ചുമടുതാങ്കി മാത്രമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അമ്മേ, ആർക്കും സംശയം തോന്നാത്ത വിധം ബാബുവിനെ തട്ടണം. 25,000 രൂപ കൂടി നിനക്ക് ഞാൻ തരും. എന്തു പറയുന്നു? റെഡി സർ. ഹമീദേ, മുതലാളി വിളിച്ചോ? ഹമീദേ, ഇവനാണ് നാരായണൻ. ബഹുമാനായ തമ്പുരാനെ, ഇവനാണോ ഡ്രൈവർ തല്ലിക്കുന്ന വാഴെ? ഈ ഇരുമ്പോടി കൊണ്ട് ഒറ്റ അടിയേ അടിച്ചുള്ളൂ. ആള് ക്ലോസ്. എന്തിനാണപ്പാ തല്ലുന്നത്? അന്നെ കണ്ടാലേ ക്ലോസാവുമല്ലോ. ഹമീദേ, ബാബു എവിടെ ഉണ്ടെന്ന് അറിയാമോ? അവരുടെ ഭക്തിന്റെ വീട്ടില് ഒളിച്ച് താമസിക്കാം. അവനെ അവിടെ നിന്ന് പുറത്ത് ചാടിക്കണമല്ലോ. എന്തിന്? വക്കീൽ സാർ കാല് മാറി ഇപ്പൊ ഞമ്മടെ കൂടിയാ. നേരോ? അതാണ് സാർ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇരുമ്പ് വടി ഞമ്മടെ കൂടി ഒന്ന് പറഞ്ഞേച്ചാ മതി. ബാബുവിനെ തല്ലിക്കൊന്ന് ചാക്ക് കെട്ടി കടലെത്തറ. വെരി ഗുഡ്. നാരായണ, ഹമീദിന്റെ കൂടെ ചെല്ല്.
ഇതാണ് വക്കീലിന്റെ ഓഫീസ്. ചെറുക്കൻ ഔത്തുണ്ട്. അവനെ പുറത്ത് അടിക്കാൻ നമ്മൾ വക്കീലിനോട് പറഞ്ഞിട്ടും കൊണ്ട് വരാം. നിങ്ങൾ ഇവിടെ നിൽക്കി. വക്കീൽ സാറേ, ആള് വന്നിട്ടുണ്ട്. എവിടെ? വാതിക്കൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ റെഡിയാണോ? റെഡി. ആളെ വിളിക്കേ. ആരാണ? ഇരുമ്പടി എടുത്തോ. അല്ലാ, ഒറ്റയടിക്കാക്കി മാറ മയ്യത്താക്കണം. അത് ഞാൻ ഏറ്റു. വക്കീൽ സാറേ, ഇതാണ് ഇരുമ്പുപടി. ഇത് മനുഷ്യനാണല്ലോ. മനുഷ്യനാണ്. പക്ഷെങ്കിൽ പേര് ഇരുമ്പുപടിനാ. ഓഹോ. സാറ് പിന്നെ സ്ട്രൈറ്റ് കണ്ടിട്ടില്ലല്ലോ? ഇല്ലല്ലോ. എന്നാ കണ്ടോ? ചെറുക്കനെവിടെ? അതാ പുറകെ നിൽക്കണേ. മന്നെ, ഇവനാണ് കമ്പനിയുടെ ഡ്രൈവറെ. ഒറ്റടിക്ക് കൊന്ന പായെ. അവന്റെ പടി കണ്ട? അതാണ് ഇരുമ്പ് പടി. ഇൻസ്പെക്ടർ, ഇവൻ ഭയങ്കരനാണ്. ഹമീദ് ഇങ്ങനെ ഒരു കെണി വെച്ചതുകൊണ്ടാണ് ഇവനെ ഇപ്പൊ കിട്ടിയത്. അമീദേ, ആരാ നോക്കുമ്പോള് ചെല്ല്. അമീദേ. എന്താണ് മോളെ? അല്ല, ആളെ ഞമ്മക്ക് പൊടി കിട്ടിയില്ലല്ലോ. ആരാണ്? നമ്മളെ അന്റെ ബാപ്പ കുഞ്ഞാലി. അല്ല, നമ്മള് ബാപ്പ മയ്യത്തായിട്ട് 20 വർഷമായില്ല. 20 അല്ല, 21. നമ്മളിപ്പോ സുബർക്കത്തിലാണ്ട് കാണാൻ വന്നതാ. ഒരു സംശയം, നമ്മളെ ബാപ്പാക്ക് താടിയില്ലായിരുന്നല്ലോ. അല്ല മൂപ്പരെ, സുബർക്കത്തിലുള്ള ഒസാമാര് കത്തിയും കല്ലും കൊണ്ടാണോ അവിടെ വരുന്നത്? ആട്ടെ, ബാക്കിപ്പെന്തിനാ അവിടെ വന്നത്? ഈ സൈനബാന് എന്റെ സലീമിന് ജീവനാണ്. മണിയടിച്ച് നീ ഇവരെ പെരച്ചെടുത്ത് വേഗം വരെ നിക്കാതെ നടത്തി കൊടുക്കണം. നമ്മളെ കേസ് കഴിയാണ്ട് അത് നടക്കൂല. കേസൊക്കെ തീർന്ന് ഡ്രൈവറെ കൊന്ന ഇരുമ്പ് കടികാരനെ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിച്ചു ബാപ്പ. ബാപ്പയോ? അതെ ബാപ്പ, ഇത് ഞാനാണ്, സലീം. ഒളിച്ചു നടന്ന ഇരുമ്പുവടിയെ പിടിക്കാൻ ഞാൻ ബാപ്പയുടെ വേഷത്തിൽ നടക്കുകയായിരുന്നു. എന്റെ ശ്രമം വിജയിച്ചു ബാപ്പ. എന്റെ മോനെ, ബാപ്പ, എന്റെ ബാപ്പ, എന്റെ മോനെ. എടി മോളെ, ഇതാണ് ഇതുവരെ എന്നെ പേടിപ്പിച്ച പാപ്പാന്റെ മണി. ഇനി ഇതടിക്കൂല. നിങ്ങളെ നിക്കാതെ പാപ്പ ഉടനെ നടത്തില്ല.